ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത്, കൂടുതൽ ആയുസ്സുള്ളത് ഏത് രാജ്യക്കാർക്കാണെന്നറിയോ? അത് ജപ്പാനുകാർക്കാണ്, ജാപ്പനീസ്. എന്തുകൊണ്ടാണ് ജപ്പാനിലുള്ളവർക്ക് ഇത്രയും കൂടുതൽ കാലം ജീവിക്കാനുള്ള ആയുസ് ലഭിക്കുന്നത്? 100 വയസ്സിന് മുകളിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ജപ്പാനിലുണ്ട്. എന്തുകൊണ്ട് ജപ്പാനുകാർക്ക് ഇത്രയും കൂടുതൽ ആയുസ് ലഭിക്കുന്നു? ജപ്പാനുകാർക്ക് ആയുസ് ലഭിക്കാനുള്ള പ്രധാന കാരണം, അവർ കൂടുതൽ കാലം ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനുള്ള പ്രധാന കാരണം 3 കാര്യങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. പഠനങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ജപ്പാനിലുള്ളവർ 100 വയസ്സിന് മുകളിൽ ഒരുപാട് ആളുകൾ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ നിന്ന് 3 കാര്യങ്ങൾ അവർ ഒഴിവാക്കിയതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ആ 3 കാര്യങ്ങൾ ഏതാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കും അതുപോലെ ആയുസ് ലഭിക്കാൻ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഫിയത്തിന് വേണ്ടി, നമുക്ക് നല്ല ആരോഗ്യമുള്ള ഹയാത്ത് ലഭിക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ഒരു ദുആ ചെയ്യണം. എന്നാൽ ആഫിയത്ത് ലഭിക്കും. റബ്ബിന് ആഫിയത്ത് ചോദിക്കൽ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ രാവിലെയും വൈകുന്നേരവും ഒഴിവാക്കാറില്ലായിരുന്നു. ആ ഒരു ദുആ, അതുപോലെ തന്നെ ജപ്പാനിലുള്ളവർ അത്രയും കാലം ആയുസ്സോടുകൂടെ ജീവിക്കാനുള്ള കാരണം ആ 3 കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്കും ആഫിയത്ത് ലഭിക്കും, നമുക്കും ദീർഘായുസ് ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് ജപ്പാനുകാരാണ്. അവര് 100 വയസ്സിന് മുകളിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ അവിടെയുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും 100 വയസ്സിന് മുകളിൽ ജീവിക്കുന്നവർ എന്ന് പറയുമ്പോൾ അവർക്ക് ആ സമയത്ത് കാര്യമായ ജോലികളൊന്നും ചെയ്യാൻ കഴിയാതെ അവര് ശയ്യാവലംബമായി കിടക്കുകയായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുമല്ല. അവർ ആ പ്രായത്തിലും അവർ ജോലികൾ ചെയ്യും, അവർ സംസാരിക്കും, അവർ കൈകൊണ്ട് സാധാരണ ആരോഗ്യമുള്ളവർ എടുക്കുന്നത് പോലെ വസ്തുക്കൾ എടുക്കും. അവർക്ക് കയ്യിനിങ്ങനെ വിറയലുണ്ടാകൂല. നല്ല ആരോഗ്യം ജപ്പാനുകാർക്കുണ്ട്. അപ്പൊ ആ പ്രായത്തിലും അവർ ആ ജോലികളൊക്കെ ചെയ്യുന്നതോടുകൂടെ തന്നെയാണ് അവർ ആരോഗ്യത്തോടുകൂടെ ജീവിക്കുന്നത്. 2 മില്യൺസിലധികം ആളുകളാണ് 90 വയസ്സിനേക്കാൾ കൂടുതൽ ജീവിക്കുന്ന ആളുകൾ ജപ്പാനിലുള്ളത്. ഇത്തരം ആളുകള് ക്ഷീണിച്ച് അവശരായി നിൽക്കുന്നവരൊന്നല്ല. അവര് കിടപ്പിലായിരിക്കുമെന്ന് കരുതി അവർക്കൊക്കെ തെറ്റി. അവിടെ ഉള്ള ചില ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രായമുള്ള എത്രയോ ആളുകളെ അവർ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ചെയ്യുന്നു. അവർക്ക് കാര്യമായ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല, അവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. അപ്പോ ഇങ്ങനെ അവർക്ക് ആയുസ് ലഭിക്കാൻ കാരണം പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറയുന്നത്. എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ പൊണ്ണത്തടി കുറവുള്ള രാജ്യങ്ങളിൽ ഒന്ന് അത് ജപ്പാനാണ്. ഏറ്റവും കൂടുതൽ പൊണ്ണത്തടി കുറവുള്ള ആളുകളെ, നല്ലോണം വയറൊക്കെ കുറവുള്ള ആളുകളെ അത് ജപ്പാനുകാരാണ്. അപ്പോ അവർ പ്രധാനമായിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് 3 കാര്യങ്ങൾ ഒഴിവാക്കി എന്നുള്ളതാണ്. ആ 3 കാര്യങ്ങൾ ഒഴിവാക്കിയത് കൊണ്ടാണ് അവർക്ക് അത്രയും കൂടുതൽ ആയുസ് ലഭിക്കാനുള്ള കാരണം. അതില് 3 കാര്യങ്ങളിൽ ഒന്ന് ഷുഗർ കണ്ടന്റ്. അവർ ഷുഗർ അവരുടെ ആഹാരത്തിൽ നിന്ന്, അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ പൂർണ്ണമായും ഒഴിവാക്കി. പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ള ഒരു ജീവിതശൈലി ഭൂരിഭാഗം ആളുകൾക്കും അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇത് പഠനങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്ന വിഷയങ്ങളാണ്. 100% അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് മാക്സിമം അവർക്ക് കഴിയാവുന്ന രൂപത്തിലൊക്കെ അവർ പഞ്ചസാര, ഷുഗർ ഒഴിവാക്കി എന്നുള്ളതാണ്. രണ്ടാമത്തത്, അവരെ ഈ കുറെ സമയം വെക്കേണ്ട ഫുഡുകളുണ്ട്. കുറെ സമയം വെച്ചിട്ട് കഴിക്കേണ്ട ഫുഡുകൾ, ഒരു ദിവസം കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം കഴിക്കുന്ന രൂപത്തിലുള്ള അത്തരം ഫുഡ് ഐറ്റംസുകളൊക്കെ അവര്, നമ്മളൊക്കെ ഇപ്പൊ കേടുവരാതെ സൂക്ഷിച്ചു വെച്ച് ഫ്രീസ് ചെയ്ത് വെച്ച് പിന്നീട് അത് ചൂടാക്കിയൊക്കെ കഴിക്കുന്ന ഒരു രൂപമുണ്ടല്ലോ, ആ ഒരു ശൈലി അവർക്കില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത്, അവർ ഏതു പ്രതിസന്ധികൾ വന്നാലും, ഏതു വിഷയങ്ങൾ വന്നാലും അവരവരുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് ആലോചിച്ച്, തലപുകഞ്ഞാലോചിച്ച് അവർക്കൊരു സ്ട്രെസ് വരാറില്ലായിരുന്നു. സ്ട്രെസ് വരേണ്ട ഏത് കാര്യങ്ങൾ, ടെൻഷൻ വരേണ്ട ഏതു കാര്യങ്ങളുണ്ടെങ്കിലും അവരത് അങ്ങ് മാറ്റിവെച്ച് കാം ആൻഡ് കൂൾ, അവർ വളരെ സമാധാനത്തോടുകൂടെ നല്ല ഹാപ്പിനെസ് അവർക്ക് ലഭിക്കുന്ന രൂപത്തിൽ അതിനുള്ള അറ്റ്മോസ്ഫിയർ, സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് അത് ക്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ച് അവർ നീങ്ങും എന്നുള്ളതാണ്.
ജപ്പാനിലുള്ളവർക്ക് ആയുസ് കൂടാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ പഠനങ്ങൾ പറയുന്നത് ഈ 3 കാരണങ്ങളാണ്. അവർ പഞ്ചസാര ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത് ഒരു കുറിപ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ പഞ്ചസാര ഒരു 2-3 മാസം ഒഴിവാക്കിയാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചും നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചും മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കുറിപ്പ് നിങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇൻഷാ അല്ലാഹ് അത് ഞാൻ വളരെ കൃത്യമായി ആ വിഷയം ഞാൻ അവതരിപ്പിച്ചു തരും. നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നാം സൂക്ഷിക്കേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റുകൾ അതിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആളുകൾ അതിനാവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ അറിയിക്കാൻ ഓർമ്മപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണല്ലോ. അത് നമുക്ക് ആരോഗ്യം സംരക്ഷിച്ചാൽ ഒരുപാട് കാലം ഇബാദത്ത് ചെയ്യാൻ കഴിയും, നിന്ന് നിസ്കരിക്കാൻ കഴിയും. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലെ. നിന്ന് നിസ്കരിക്കാൻ കഴിയും, ധാരാളമായിട്ട് ഉറക്കൊഴിച്ച് റബ്ബിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയും, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും കൂടെ കഴിയുമല്ലോ ആരോഗ്യം ലഭിച്ചാൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആയുസ്സിന് കൂടുതൽ ലഭിക്കാൻ പഠനങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ ഷുഗർ, പഞ്ചസാര അവരുടെ ആഹാരത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. ഈ ദീർഘമായ സമയം വെച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസുകളൊക്കെ അവർ ഒഴിവാക്കി. സ്ട്രെസ് ഒരു കാരണവശാലും അവരവരുടെ ശരീരത്തിന് കൊടുത്തില്ല, അവരുടെ മനസ്സിന് കൊടുത്തില്ല എന്നുള്ളതാണ്. എത്രയോ ആളുകൾ പ്രവാസ ലോകത്ത് നിന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന്, സൈലന്റ് അറ്റാക്ക് വന്ന്, ഹൃദയാഘാതം വന്നൊക്കെ മരണപ്പെടുന്നത് കാണുന്നില്ലേ? അവർ സ്ട്രെസ് കൊടുത്തിട്ട് മാനസിക സമ്മർദ്ദത്തിലായിട്ട് ടെൻഷൻ അടിച്ച് വല്ലാതെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിയിട്ട് മരണപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായും ജപ്പാനുകാർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവരവരുടെ ഭക്ഷണങ്ങളിൽ, അവരുടെ ഫുഡിൽ അവര് ഈ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതൊക്കെ അവർ വല്ലാതെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തും. അതേപോലെ തന്നെ ഈ സീസണൽ ആയിട്ടുള്ള ചില ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, കാലാവസ്ഥകൾക്ക് അനുയോജ്യമായ ഫ്രൂട്ട്സുകളെ, ഈ മഴക്കാലത്ത് ലഭിക്കുന്നത്, വേനൽക്കാലത്ത് ലഭിക്കുന്നത്, അതൊക്കെ ഓരോ കാലാവസ്ഥക്കും യോജിച്ച പഴവർഗ്ഗങ്ങളാണ്. അത്തരം പഴവർഗ്ഗങ്ങൾ അവരവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. എഗ്ഗ്, മുട്ട അത് നന്നായിട്ട് അവർ ഉൾപ്പെടുത്തും. അതേപോലെ തന്നെ സീ ഫുഡ്സ്, ഈ മത്സ്യം, മീൻ ഇങ്ങനെ തുടങ്ങിയ ഈ സീ ഫുഡ്സ് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. അത് കറി വെച്ച് തന്നെ കഴിക്കും. അതിന്റെ പൂർണ്ണമായ വൈറ്റമിൻസ് ലഭിക്കാൻ വേണ്ടി അത് കറി വെച്ച് തന്നെ ധാരാളമായിട്ട് കഴിക്കും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അവരുടെ ഭക്ഷണത്തിന്റെ ഒരു സ്റ്റൈല്. എന്നാൽ ഇങ്ങനെ അവര് ഫുഡ് കഴിക്കുന്നതോടുകൂടെ തന്നെ അവർ കുറഞ്ഞ എമൗണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ഒരു പ്ലേറ്റിൽ മുഴുവനായിട്ട് റൈസ് ഇട്ട്, ചോറൊക്കെ ഇട്ട് അത് മുഴുവനായിട്ട് കഴിക്കുന്ന, ധാരാളം കഴിക്കുന്ന ധാരാളിത്തൊന്നും ജപ്പാനുകാരുടെ ജീവിതത്തിൽ കാണൂല. അവർ കുറഞ്ഞ എമൗണ്ട് ഭക്ഷണം കഴിക്കുള്ളൂ, വളരെ കുറഞ്ഞത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കുറഞ്ഞ എമൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ശൈലിയാണ് അവർക്ക് കഴിയുന്നത്. വയറ് നിറച്ച് വാരി വലിച്ച് കഴിക്കുന്ന ഒരു ശീലമില്ല. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഭക്ഷണത്തെ 3 ഭാഗമാക്കി മാറ്റിയിട്ട് അതിലെ ഇത്ര ഭാഗം ഇന്നതായിരിക്കണം, ഇത്ര ഭാഗം ഇന്നതായിരിക്കണം, ഇത്ര ഭാഗം ഇന്നതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു കുറഞ്ഞ എമൗണ്ടേ അവർ ഭക്ഷണം കഴിക്കാറുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഭക്ഷണത്തില് അവര് നിയന്ത്രണം കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഏറ്റവും കുറവ് പൊണ്ണത്തടികളുള്ള രാജ്യങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ, തടിയന്മാരുടെ, വണ്ണമുള്ള ആളുകളുടെ, പൊണ്ണത്തടിയുള്ളവരുടെ കണക്കെടുത്ത് നോക്കിയാൽ അതിലൊരു രാജ്യം ചൈനയായിരിക്കും. കാരണം അവര് അങ്ങനെ വാരി വലിച്ച് കഴിക്കുന്ന ഒരു ശീലമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം രോഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരുന്നില്ല. അപ്പൊ അവർക്ക് ആയുസ് ലഭിക്കുന്നു. ആ ഉള്ള ആയുസ്സിൽ തന്നെ അവർക്ക് നല്ല ആരോഗ്യം ലഭിക്കുന്നു. പ്രായമുള്ളവർ വരെ നന്നായി ജോലി ചെയ്യുന്നു. പിന്നെ നമുക്ക് അവരിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് നന്നായിട്ട് അവർ നടക്കും എന്നുള്ളതാണ്. വളരെ സ്പീഡിൽ തന്നെ നടക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ നടത്തത്തിലൂടെയൊക്കെ അത് വ്യായാമമാണല്ലോ. അപ്പൊ അവരുടെ ജീവിതത്തിൽ വ്യായാമമുണ്ട്, മിതമായുള്ള ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം തന്നെ ക്വാളിറ്റി ഫുഡാണ് അവർ കഴിക്കുന്നത്. അതേപോലെ തന്നെ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഈ മെഡിക്കൽ വിചക്ഷണന്മാരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ,
ഷുഗർ അത് ഒഴിവാക്കി, അതേപോലെ തന്നെ കൂടുതൽ സമയം വെച്ചുകൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കി, സ്ട്രെസ് ഒഴിവാക്കി. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഇതൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് 100 വയസ്സിന് മുകളിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ അവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ 90 വയസ്സിന് മുകളിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. ആ 100 വയസ്സിന് മുകളിലുള്ളവരും 90 വയസ്സിന് മുകളിലുള്ളവരും നല്ല ആഫിയത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അപ്പൊ നമ്മളും ഈ രൂപത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നാമൊക്കെ ആഗ്രഹിക്കുന്നത് ഒരുപാട് കാലം ജീവിക്കാനാണ് അല്ലെ? ഒരുപാട് കാലം ജീവിക്കുന്നതിലൂടെ അത്രയും കാലം നമുക്ക് ആഫിയത്ത് ലഭിക്കണം, ആരോഗ്യം ലഭിക്കണം, റബ്ബിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അങ്ങനെ ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ ഇതൊക്കെ നമുക്കും ഫോളോ ചെയ്യാവുന്നതാണ്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറയുന്ന ദുആഇനെ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും നബി തങ്ങൾ ഒഴിവാക്കാറില്ലായിരുന്നു. ആ ദുആ ഏതാണെന്നറിയാം? ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ പറയുന്ന ദുആ ഒഴിവാക്കാറില്ലായിരുന്നു. ഹദീസ് ഇവിടെ കൊടുത്തു ഞാൻ. ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹഉലാഇൽ കലിമാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ദുആഇനെ ഒഴിവാക്കാറില്ലായിരുന്നു എന്നാണ്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن نغتال من تحتي. ഈ ദുആ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാവിലെയും വൈകുന്നേരവും ഒഴിവാക്കാറില്ലായിരുന്നു. ഇത് ആഫിയത്തിനുള്ള ദുആ ആണ്, ആഫിയത്ത് ലഭിക്കാനുള്ള ദുആ ആണ്. അപ്പൊ നമ്മളും ഈ ദുആ പതിവാക്കുക. അപ്പൊ നമുക്ക് നല്ല ആഫിയത്ത് ലഭിക്കും. അല്ലാഹുവിൽ ആഫിയത്ത് ലഭിക്കുന്നത് ഏത് ഭക്ഷണം കഴിച്ചാലും എങ്ങനെ കഴിച്ചാലും കഴിക്കാതിരുന്നാലും ആർക്ക് ഭക്ഷണം ലഭിച്ചില്ലെങ്കിലും എല്ലാം നൽകുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അവൻ നൽകുന്നതിനെ തടയാൻ ഒരാൾക്കും സാധിക്കൂല അല്ലെ? അവൻ നൽകുന്നതിനെ തടയാൻ ഒരാൾക്കും സാധിക്കൂല. അവൻ തടഞ്ഞതിനെ നൽകാനും ഒരാൾക്കും സാധിക്കൂല. അങ്ങനെയാണ് അത്. 2 ചുണ്ടുകൾക്കിടയിലാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല വിധിച്ചാൽ മാത്രമേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാഹു നമുക്ക് ഖൈറാത്തുകൾ ധാരാളമായിട്ട് നൽകട്ടെ. അപ്പോൾ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ആഫിയത്ത് ലഭിക്കാൻ, നല്ല ആരോഗ്യം ലഭിക്കാൻ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യലാണ്. ഇതിവിടെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസിലിരുന്ന് വിർദുൽ ലത്തീഫ് ചൊല്ലുമ്പോൾ നിങ്ങളൊക്കെ ചൊല്ലുന്നതാണല്ലേ? നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ അറിയാം. എന്നും രാവിലെ 6:15 നമ്മുടെ മജ്ലിസ് ആരംഭിക്കും. അതിൽ വിർദുൽ ലത്തീഫ് ഉണ്ട്. പങ്കെടുക്കുന്നവർക്ക് അറിയാം, സ്ഥിരമായി എല്ലാവരും ചൊല്ലുന്നതാണ് ഇത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. ഹറാമ ഉറപ്പുള്ള ഒരു ഭക്ഷണവും നമ്മുടെ വയറിലേക്ക് എത്താൻ പാടില്ല. ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, കുടുംബങ്ങളിലുള്ളവരാവട്ടെ, അഹ്ലുകാരാവട്ടെ, നമ്മുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ആരാവട്ടെ, അവരിലേക്കൊന്നും ഹറാമാണെന്നുറപ്പുള്ള ഒരു ഭക്ഷണവും എത്താൻ പാടില്ല, ഒരു പദാർത്ഥവും എത്താൻ പാടില്ല. കഴിക്കുന്നത് ഹലാലായ ഭക്ഷണമായിരിക്കണം. 2 കൈകളും അതേപോലെ തന്നെ വായും കഴുകിയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെ കഴിക്കുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് കഴിക്കണം. അതിൽ വലിയ ബറക്കത്തുണ്ട്. ബിസ്മിയുടെ മഹത്വം ഞാൻ നിങ്ങളോട് പറഞ്ഞിരേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ 12,000 ബിസ്മിയുടെ 786 ബിസ്മിയുടെ കാമല ചെയ്യുന്നവരാണ്. കൂടുതൽ ഇതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ബിസ്മി ചൊല്ലിയിട്ടാണ് നാം ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത്.
അതേപോലെ തന്നെ ഭക്ഷണം അത് എത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമുക്കത് ടേസ്റ്റ് തോന്നിയിട്ടില്ലെങ്കിലും ഒരു കാരണവശാലും ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ല. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയാണ്. നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ കുറ്റം പറയാറില്ലായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭക്ഷണത്തെ ഒരു കാരണവശാലും കുറ്റം പറയാൻ പാടില്ല. അമിതമായി ഭക്ഷണം കഴിക്കരുത് എന്നുള്ളതാണ്. അത് നമ്മെ മടിയനാക്കും, അത് നമ്മെ ബുദ്ധി മരവിപ്പിക്കാൻ കാരണമാക്കും, നന്നായിട്ട് ഉറക്ക് വരാൻ കാരണമാക്കും, ഏതു സമയത്തും ഒരു ഉറക്കത്തിന്റെ ഒരു മൂഡ് ഫീൽ ചെയ്യാനുള്ള കാരണമാകും. അതേപോലെ തന്നെ ഹൃദയം കാഠിന്യമാകും എന്നുള്ളതാണ്. ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അമിത ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും എന്നുള്ളതാണ്. ആ ജപ്പാനുകാരുടെ ജീവിതത്തിലേക്ക് തന്നെ നിങ്ങൾ നോക്കൂ. അവിടെ പൊണ്ണത്തടിയന്മാര് കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നായത് തന്നെ അവരത്ര കൂടുതൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണല്ലോ. അതുകൊണ്ടാണ് അവർക്ക് ആയുസ് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനാവശ്യ സംസാരങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. കുറച്ചും കൂടെ ദീർഘമായ ദിക്റുകളുണ്ട്, അത് കഴിയുന്നവർ അതും ജീവിതത്തിൽ പകർത്ത് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഭക്ഷണം നിന്ന് കഴിക്കാൻ പാടില്ല, പാനീയങ്ങൾ നിന്ന് കുടിക്കാൻ പാടില്ല. എല്ലാം എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ പുതിയ മോഡേൺ യുഗത്തിൽ നമ്മൾ സ്ട്രീറ്റ് ലൈഫുകള്, അതേപോലെ തന്നെ നൈറ്റ് ലൈഫുകള്, ഇങ്ങനെ ഒരുപാട് രാത്രികാല മാർക്കറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡുകളിലൊക്കെ കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകൂല. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ മാക്സിമം ഇരുന്ന് കഴിക്കാൻ നാം തന്നെ സാഹചര്യങ്ങൾ ഒരുക്കുക. ബൊഫെ സംവിധാനം, അതിലൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്തരം സ്ട്രീറ്റുകളിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഒന്നുകിൽ നമ്മുടെ വാഹനത്തിൽ കയറിയിരുന്ന് അത് പാർസൽ ചെയ്തെടുത്ത് വാഹനത്തിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇരുന്ന് കഴിക്കൽ ഭക്ഷണത്തിനോട് കാണിക്കുന്ന മര്യാദയാണ്, അദബാണ്. അങ്ങനെ കഴിക്കുമ്പോൾ അത് വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. നമുക്ക് ബറക്കത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനമായ കാര്യം. ബറക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. കോടീശ്വരന്മാര് ലക്ഷങ്ങൾ, 3.5 ലക്ഷം 4.5 ലക്ഷം രൂപ സമ്പാദിക്കുന്ന, ഏൺ ചെയ്യുന്ന, മാസത്തിലെ സാലറിയുള്ള എത്രയോ ആളുകളുണ്ട്. ഈ അടുത്ത് നമുക്കൊക്കെ അറിയാം, എല്ലാവരും ആ ന്യൂസ് വായിച്ചിട്ടുണ്ടാവും. ഒരു വലിയ കോടീശ്വരൻ വയനാട് ജില്ലയിലെ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ വീട് എത്ര വലിയ വീടാണ്, വലിയ വീടാണ്. എത്ര വലിയ സമ്പാദ്യമുണ്ട് അദ്ദേഹത്തിന്. ബറക്കത്തുണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകൾക്ക് 20,000 റുപ്പീസ് അല്ലെങ്കിൽ 30,000 റുപ്പീസ്, 30,000 രൂപ സാലറി മാസത്തിൽ ഉണ്ടാവും. അല്ലെങ്കിൽ 10,000 രൂപ സാലറി മാസത്തിലുള്ളവരുണ്ട്, 15,000 രൂപ സാലറി മാസത്തിലുള്ളവരുണ്ട്. കേവലം 9,000 രൂപ, 8,000 രൂപ മാത്രം ശമ്പളം വാങ്ങിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. പക്ഷെ ആ വാങ്ങിക്കുന്നതില്, ആ നൽകപ്പെട്ടതില്, ആ കിട്ടിയതില്, ആ സമ്പത്തിൽ ബറക്കത്തുണ്ടാകുക എന്നുള്ളതാണ് പ്രാധാന്യം. ആ ബറക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബിസ്മി ചൊല്ലിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞത്. ബിസ്മി ചൊല്ലാതെ ചെയ്യുന്ന ഒരു കാര്യത്തിലും ബറക്കത്തുണ്ടാകില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകൂല. ആ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ ബിസ്മി ചൊല്ലിയിട്ടാണ് ഏതു കാര്യവും ചെയ്യേണ്ടത്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ, നമ്മുടെ മക്കൾ അത് കഴിക്കുമ്പോൾ നമ്മൾ തന്നെ മക്കൾ കേൾക്കുന്ന രൂപത്തിൽ, ഉച്ചത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുമ്പോൾ അവരും അവരുടെ ജീവിതത്തിൽ അത് പകർത്താൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഏറ്റവും കൂടുതൽ ആയുസ് ലഭിക്കുന്ന ജപ്പാനുകാർ ചെയ്യുന്ന അവരുടെ ജീവിത ശൈലി ചെറിയ രൂപത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കിയാൽ നമുക്കും ഇതുപോലെ നല്ല ആഫിയത്ത് ഉണ്ടാകും. ധാരാളമായി ഭക്ഷണം കഴിക്കുന്നതിന് പകരം നല്ല ന്യൂട്രീഷണൽ ഫുഡ്, അതേപോലെ തന്നെ വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ്, നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്, നല്ല ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അത് കുറച്ച് കഴിച്ചാൽ അത് കാരണമായിട്ട് നമുക്ക് നല്ല ആരോഗ്യമുണ്ടാവും. നമ്മൾ നമ്മുടെ ശരീരത്തെ കുറേയൊക്കെ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് ഒരുപാട് കാലം ആഫിയത്തോടു കൂടെ ജീവിക്കാനും. നമ്മളൊക്കെ സൃഷ്ടിച്ചതിന് അതിനല്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെ
മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് തന്നെ അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഇബാദത്ത് നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ ആരോഗ്യം വേണം. എത്രയോ ആളുകൾ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ വീട്ടില് രോഗമുള്ള ഉമ്മമാര്, ഉപ്പമാര്, ഉമ്മാമ്മമാര്, വലിയപ്പമാര്, വലിയുമ്മമാരുണ്ടാവും. അവരൊക്കെ അങ്ങനെ കിടക്കുകയാണ്, നിസ്കരിക്കാൻ കഴിയുന്നില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല, നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അവർ കിടന്നിട്ടോ ചെരിഞ്ഞിട്ടോ എങ്ങനെയൊക്കെ നിസ്കരിക്കുന്നു. നമുക്ക് നമ്മുടെ റൂഹുള്ള കാലത്തോളം, റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആ സമയം വരെ നമുക്ക് റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് സുജൂദ് ചെയ്ത് ജീവിക്കാനുള്ള ആഫിയത്ത് വേണം പ്രിയമുള്ളവരെ. അതിനുവേണ്ടിയാണ് അള്ളാഹു നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച ഈ ദുആ ജീവിതത്തിൽ പകർത്തി ആഫിയത്തിന് വേണ്ടിയിട്ട് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ചൊല്ലാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മജ്ലിസ് നടക്കുന്നുണ്ട്. രാവിലെ 6:15, രാത്രി 7:15. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിലൊക്കെ പങ്കെടുക്കാവുന്നതാണ്. അതിൽ ഈ ദുആ നമ്മൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ചൊല്ലുന്നുണ്ട്. മിർദുൽ ലത്തീഫിൽ പങ്കെടുക്കുന്നവർക്കറിയാം. ഇൻഷാ അല്ലാഹ് അതൊക്കെ ചൊല്ലിയിട്ട് റബ്ബിലേക്ക് കൂടുതൽ അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. പല ആളുകളും പല വിഷയങ്ങളിലും സമയം വേസ്റ്റ് ആക്കുമ്പോൾ നമ്മുടെ സമയം നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ സാധിക്കണം, അല്ലാഹുവേ, ഞാൻ എൻ്റെ സമയം ചെലവഴിച്ചത് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. പ്രഭാതങ്ങളിൽ പ്രദോഷങ്ങളിൽ ഞാൻ ധാരാളം ദിക്റുകൾ ചൊല്ലിയിരുന്നു, ഹദ്ദാദ് ചൊല്ലിയിരുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.